ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ആണുങ്ങളെ പരിപാടി എന്താ അറിയുക, ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള തോപ്പിക്കണം. നല്ല വിഷമം ഉണ്ടാവും ഉള്ളിൽ. നല്ല വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിഷമം ഉണ്ടാവും. പക്ഷെ അത് പുറത്ത് കാണിക്കാൻ കഴിയില്ലല്ലോ. എങ്ങനെയെങ്കിലും ആദ്യ ഭാര്യനെ തോപ്പിക്കണ്ടേ. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും തപ്പി പിടിച്ചിട്ട് ഒരു കാമുകീനെ ഉണ്ടാക്കും. കാമുകീനെ ഉണ്ടാക്കിയിട്ട് പിന്നെ അവരെ കൊണ്ടു നടക്കലായിരിക്കും. അതായത് സ്നേഹിച്ച് അവരെ അങ്ങ് വീർപ്പുമുട്ടിക്കും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷൈം ടോം ചാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ 2 ദിവസം മുമ്പ് ഷൈം ടോം ചാക്കോയുടെ കാമുകി വന്ന് പറയുന്നുണ്ട്, എന്നെ ഷൈം ടോം ചാക്കോ തേച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഓൾറെഡി ഷൈം ടോം ചാക്കോ എന്ന് പറയുന്നവൻ ഒരു കല്യാണം കഴിച്ചതാണ്. അതിൻ്റെ അകത്തൊരു കുഞ്ഞുമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ സ്വഭാവത്തിന് ആരാണ് ഇവൻ്റെ കൂടെ നിൽക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 2015 ഇവനെയും ഒരു 4 സ്ത്രീകളെയും ഒരു ഫ്ലാറ്റിൽ വെച്ചിട്ട് പോലീസ് പൊക്കിയതാ. അന്നിവൻ എങ്ങനെയൊക്കെയോ കൂടിയിട്ട് ഞാൻ നിരപരാധിയാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നെ ചതിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പുറത്ത് വന്നതാണ്. നമുക്കന്നേരം ഇവൻ്റെ സ്വഭാവം അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സ്ത്രീകളും ഇവനും. അവിടെ എന്താണ്, ചില സ്ത്രീകൾക്ക് അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി വരില്ലെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ ഇവനും അവിടെ ഉണ്ടായിരുന്നു. ഇവൻ പറയുന്നത് എന്നോട് കഥ പറയാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് നാടകമൊക്കെ കളിച്ചു. ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ പിന്നെ പുറത്ത് വന്നതിന് ശേഷം ഇവനിപ്പോൾ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ അങ്ങേരെ എന്നാ പറഞ്ഞത് അടിച്ച് ഒതുക്കി ഇരുത്തുന്നത് പോലെയാണ്. അതായത് മെറീന എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇതിനിടയ്ക്ക് കരഞ്ഞുകൊണ്ടാണ് പോയത്. ഇവൻ്റെ ഇൻ്റർവ്യൂവിലൊന്നോ പിന്നെ എന്തോ പറഞ്ഞതാണ്. ആ പറയുമ്പോഴേക്കും ഇവനങ്ങ് ചൂടായിട്ട് ഇവനങ്ങ് എന്തോ ഒരു വലിയ ഭാവത്തിൽ, അതായത് ലോകത്ത് ഇവൻ മാത്രമേ സിനിമാക്കാരനുള്ളൂ. ഈ മമ്മൂട്ടിയോ മോഹൻലാലോ സുരേഷ് ഗോപിയോ ദിലീപോ അല്ലെങ്കിൽ മറ്റോനോ ഈ ജയറാമോ ഇവരൊന്നുമില്ല. ഏറ്റവും വലിയ സിനിമാക്കാരൻ ഇവനാണ് എന്നുള്ള ഭാവത്തിൽ ഈ മെറീന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ ഇവ കരയിച്ചു എന്നുള്ളതാണ്. ഇവനങ്ങനെ കരയിച്ച് അപമാനിച്ചു വിട്ടു. അതിന് മുന്നേ എന്ന് പറയുന്നത് പിന്നെ എന്താ ജോളി ചെറിയത്ത് എന്ന് പറയുന്ന ഒരു അമ്മ വേഷങ്ങളിലൊക്കെ അഭിനയിക്കുന്ന ഒരു നടിയുണ്ട്. ആ നടി എന്തോ ഒരു കാര്യം പറയുമ്പോൾ ഇവനങ്ങ് പൊട്ടിത്തെറിച്ച് അങ്ങ് ചൂടാവുകയാണ്. അവരുടെ പ്രായം പോലും നോക്കുന്നില്ല. അങ്ങനെയുള്ള സ്ത്രീകളെ ബഹുമാനിക്കാത്ത ഒരു പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു പെൺകുട്ടി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരത്തോടുകൂടി മൊബൈൽ അവരുടെ നേരെ എറിയുന്ന അങ്ങനെയുള്ള ഒരു അഹങ്കാരിയായ ഒരു തെമ്മാടി ഇവനാണ് ഈ ഷൈം ടോം ചാക്കോ എന്ന് പറയുന്നവൻ. ഇവനെ വെച്ച് സിനിമ എടുക്കുന്ന നിർമ്മാതാക്കൾക്ക് ഒരു നമസ്കാരമുണ്ട് കേട്ടാ. ഇവനെയൊക്കെ വെച്ച് സിനിമ എടുക്കുന്നത് ഇവൻ്റെ ഇൻ്റർവ്യൂ തന്നെ കണ്ടിരിക്കാൻ കഴിയുന്നില്ല. ഇവൻ എന്ത് കോലാടോ കിട്ടുന്നത്? ഓരോ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഇവൻ എന്ത് കോലാ കിട്ടുന്നത്? ഇവനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ചാനലുകാരെ പറഞ്ഞാൽ മതിയല്ലോ. അമ്മാതിരി തോന്നിയവാസം പറയുന്നവനും എന്താ പറയണ്ടേ? ഇവൻ കളിക്കുന്ന കളി എവിടുന്ന്? അല്ല, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവൻ എന്തെങ്കിലും 2 പിടിച്ചിട്ട് അടിച്ചിട്ടാണ് വരുന്നത് കിടന്ന്. അല്ലാതെ ഇമ്മാതിരി ഇത് കളിക്കാൻ പറ്റുമോ? അതായത് ഒരാളോട് പോലും ഇവൻ്റെ നിഘണ്ടുവിൽ ഇവൻ നല്ല രീതിയിൽ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാ ഇൻ്റർവ്യൂവിലും ഇവൻ്റെ കൂടെ വന്നിരുന്ന പെൺകുട്ടികളെയായാലും അതുപോലെ തന്നെ വലിയ സ്ത്രീകളെയായാലും ഇവൻ വളരെ മോശമായിട്ട്, വളരെ മോശക്കാരിയായിട്ട് മാത്രമേ ഇവൻ കാണുകയുള്ളൂ. ആ വളരെ മോശക്കാരിയായിട്ട് ആ ഇൻ്റർവ്യൂവിൽ വെച്ചിട്ട് അവരെ ചിത്രീകരിക്കും. അത് കഴിഞ്ഞ് അവർ കരഞ്ഞുകൊണ്ട് ഓടിപ്പോകും. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇനി അത് അഭിനയമാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമാണ് എന്നൊന്നും പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരണ്ട. കുറേയെല്ലാം നമുക്കറിയാം. മെറിൻ്റെ കാര്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. ഇവനെയൊക്കെ സ്നേഹിക്കാൻ പോയി ആ പെൺകൊച്ച് എന്ത് പഴിച്ച് ആ പെൺകൊച്ച് തേച്ചോ നല്ല മോളെ നീ രക്ഷപ്പെട്ടു എന്ന് പറ. അതായത് പണവും പത്രാസവും ഒന്നുമല്ല, മനുഷ്യന് കുറച്ച് ബോധമാണ് വേണ്ടത്. ഈ ബോധമില്ലെങ്കിൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പണം ഉണ്ടായിട്ട് വന്ന കാര്യമോ. ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത എന്താ പറയുക, ഇപ്പോഴും ഈ കുറച്ച് മറ്റേ ടീമിൽ ഈ ടിനി ടോം പറയുന്ന ടീമില്ലേ, അതായത് ടിനി ടോമും അതുപോലെ തന്നെ എന്താ പറയേണ്ടത് ശ്രീനിവാസനൊക്കെ പറയുന്ന ടീമില്ലേ, മറ്റേത് ഈ ടീം, ആ ടീമിൽ പൊട്ടിയാണ്. അതാണ് ഇവൻ്റെയൊക്കെ ഈ പിന്നെ കളി കാണുമ്പോഴും മനസ്സിലാകുന്നില്ലേ. നോർമലല്ലോ, സ്വബോധത്തിലൊന്നുമല്ല. ഇവൻ്റെ ആ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ വന്നിട്ട് ഇവൻ്റെ കളി കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവൻ എന്തോ ഉള്ളിൽ നല്ല രീതിയിൽ അടിച്ചിട്ടാണ് വരുന്നത് എന്ന്. അമ്മാതിരി കളിയല്ലേ ഇവിടുന്ന് കളിക്കുന്നത്. അപ്പം ഇവൻ്റെ ആ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാമോളെ. ഒരിക്കലും ഇവൻ തേച്ചുപോയി എന്ന് പറയരുത്. കാരണം ഇവനെയൊക്കെ കൊണ്ട് എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ കയറുക? അത് ആലോചിച്ച് നോക്കാം ആദ്യം. അതായത് ഒരാളെടുക്ക് എങ്ങനെയാണ് ഈ പിന്നെ പരിചയപ്പെടുത്താൻ പറ്റുമോ? ഇവൻ്റെ എന്തൊക്കെയായിരുന്നു കാമുകീനെയും കൊണ്ട് അങ്ങോട്ട് നടക്കലും ഇങ്ങോട്ട് നടക്കലും. അതൊന്നുമല്ല, സംഭവം എന്താണെന്നറിയാം. ഈ ആദ്യത്തെ ഭാര്യനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണ് വേണം കുറച്ച് ദിവസം. അതിന് വേണ്ടിയിട്ട് ഇവനെന്ത് ചെയ്തു, ഈ കാമുകീനെ കെട്ടിപ്പിടിച്ച് നടക്കലും കയ്യിലെടുത്ത് നടക്കലും അതുപോലെ അങ്ങനെ നടക്കലും ഇങ്ങനെ നടക്കലും കാമുകീനെ അങ്ങ് പരിചയപ്പെടുത്തലും ഇൻ്റർവ്യൂ ചെയ്യലൊക്കെ ആയിട്ടങ്ങ് നടന്നു. അത് വേറെ ഒന്നുമല്ല, ആദ്യത്തെ ഭാര്യയില്ലേ, എന്നെ ധിക്കരിച്ച് നീ പോയില്ലടി, നീ പോയിക്കോ, നീ പോയി കഴിഞ്ഞാൽ എനിക്ക് പളുങ്ക് പോലത്തെ പെണ്ണിനെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാമുകീനെ
അങ്ങ് മുന്നിൽ ഇതാക്കിയായിരുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെയൊന്നുമില്ല. നല്ല സങ്കടമുണ്ട് ആശാന്. ആദ്യത്തെ ഭാര്യ പണങ്ങിപ്പോയതും അതുപോലെ കുട്ടി മകനുണ്ട്, ആ മകനടക്കം പോയതും ഒക്കെ നല്ല സങ്കടമുണ്ട്. പക്ഷെ ഒന്നും പുറത്ത് കാണിക്കാൻ കഴിയില്ലല്ലോ. എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ഞാൻ രോഗിയാണ്, ഞാനെന്നാ എന്തോ ഒരു രോഗിയാണെന്നാ. ഏടുന്നടാ വരുന്നത് ഇവനോട് ഞാൻ ആലോചിക്കുന്നത്. ഇവനൊക്കെ സിനിമാ താരാന്ന്, ഇവനൊക്കെ അവസരം കൊടുക്കുന്ന ആൾക്കാരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നത്. എന്ത് കോത്താഴത്തിൽ അഭിനയാണോ ഇവനുള്ളത്, അതാണ് ഞാൻ ആലോചിക്കുന്നതായിരുന്നു. ഇവൻ എന്ത് കോത്താഴത്തിൽ അഭിനയിക്കുന്നതായിരുന്നു. എന്തെങ്കിലും ഒരു ക്വാളിറ്റി വേണ്ടേ ഇവനൊക്കെ, എന്തെങ്കിലും ഒരു ക്വാളിറ്റി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ആദ്യത്തെ ഭാര്യനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനൊക്കെ കളിക്കുന്നത്. ഇതൊക്കെ എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായിന്. ഇവൻ്റെ ഈ കോപ്രായം കാണുമ്പോഴേ ഞാനിങ്ങനെ ആലോചിച്ചു, ഇവൻ എന്തിനാണ് ഇങ്ങനെ കളിക്കുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആ പെണ്ണിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണല്ലോ ഈ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ആണുങ്ങളെ പരിപാടി എന്താ അറിയാം, ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള തോൽപ്പിക്കണം. നല്ല വിഷമം ഉണ്ടാവും ഉള്ളിൽ. നല്ല വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിഷമം ഉണ്ടാവും. പക്ഷെ അത് പുറത്ത് കാണിക്കാൻ കഴിയില്ലല്ലോ. എങ്ങനെയെങ്കിലും ആദ്യ ഭാര്യനെ തോൽപ്പിക്കണ്ടേ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും തപ്പി പിടിച്ചിട്ട് ഒരു കാമുകീനെ ഉണ്ടാക്കും. കാമുകീനെ ഉണ്ടാക്കിയിട്ട് പിന്നെ അവരെ കൊണ്ടു നടക്കലായിരിക്കും. അതായത് സ്നേഹിച്ച് അവരെ അങ്ങ് വീർപ്പുമുട്ടിക്കും എന്നുള്ളതാണ്. അപ്പോഴെന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ഭാര്യ ഇങ്ങനെ വിചാരിക്കില്ല ഈ സ്നേഹം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്ന്. പക്ഷേ ഈ ആദ്യത്തെ ഭാര്യയ്ക്ക് ഒരു സ്നേഹം പോലും കൊടുത്തിട്ടുണ്ടാവില്ല. അവരെയാണെങ്കിൽ വളരെയധികം കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകും. പക്ഷേ കാമുകീൻ്റെ അടുത്തെത്തുമ്പോഴേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനേ പാലേ കരലേന്നായി. അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു നാടകം, ആ ഒരു നാടകം കളിച്ചാൽ ഷൈം ടോൺ ചാക്കോ. അല്ലാതെ ഇയാൾക്ക് ഈ മനസ്സോ ഇയാൾക്ക് സ്നേഹിക്കാനോ ഇവനെയൊക്കെ ആരുടെ സ്നേഹിക്കേണ്ടത് അത് പറയണത്. എന്തെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ ഇവ മര്യാദയ്ക്കൊന്നും സംസാരിക്കുന്നില്ല. എന്താ ഇവ സംസാരിക്കുന്നത്? എനിക്ക് ഒരു ഇതായിട്ടും തോന്നുന്നില്ല. എന്നെ തോന്നുന്നവരുണ്ടായിരിക്കോട്ടാ ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ ആരാധിച്ച് ഇതാക്കുന്ന ആൾക്കാരുണ്ടാകും. പക്ഷെ എനിക്ക് ഇവനെ ഒരു ആരാധന ഇവനോട് എനിക്ക് തോന്നുന്നില്ല. കാരണം ചോര ആരാധനയും തോന്നുന്നില്ല. എന്താ ആരാധനയാണ് തോന്നുന്നത്? അതായത് ഇതുപോലെ വായിക്ക് വന്നത് കോതക്ക വാട്ട് എന്ന് പറയുന്ന പോലെ മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കുക, അതുപോലെ മറ്റുള്ളവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ വിടാതിരിക്കുക, മറ്റുള്ളവരെ പിന്നെ എന്താ പറയുക കളിയാക്കുക, എന്നിട്ട് കരയിക്കുക, സ്വന്തം പ്രമോഷൻ വന്ന സ്ത്രീയെ കരയിക്കുക, ഇമാതിരി തോന്നിയവാസമൊക്കെ ചെയ്യുന്ന ഒരാളെ എങ്ങനെയാണോ ആരാധിക്കുക? എങ്ങനെ ആരാധിക്കുന്ന നിങ്ങൾ പറയുന്നത്? ഒരിക്കലും ഇവനെയൊന്നും ആരാധിക്കാൻ മലയാള സിനിമാ പ്രേമി എന്ന നിലയിൽ എന്നെ കൊണ്ടൊന്നും കഴിയേ ചെയ്യില്ല. അതാണ് അമ്മാതിരി തോന്നിയവാസമാണ്, വേറെ ഒന്നുമല്ല. ഇപ്പോഴെന്നിട്ട് ആ പെൺകുട്ടി തേച്ചു എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇന്ന് വന്നിട്ട് പറയുന്നുണ്ട്, എന്താന്ന് പറയുന്നത്, മറ്റേ ഞാൻ ഷൈമിനെ പറ്റിയിട്ടല്ല പറഞ്ഞത്, അത് വളച്ചൊടിച്ചതാണ് എന്നൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ്. എന്നിട്ട് കാമുകയൊന്നും പറയില്ലേ ഞാൻ വളച്ചൊടിച്ചതാണ്. ആര് വളച്ചൊടിക്കേണ്ടത്? പിന്നെ ഇവിടെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് യുവമാർ എന്താ, ഇവരാരുടെ വലിയ സൂപ്പർ സ്റ്റാറാണ്? അല്ല അറിയാതുകൊണ്ട് ചോദിക്കുന്നത്, ഇവരാരാ ഈ വളച്ചൊടിക്കാനൊക്കെ? ഇവരുടെ വാർത്ത വളച്ചൊടിച്ചിട്ട് വേണം ഇവിടെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. മില്യൺ കണക്കിന് വ്യൂസ് ആണെങ്കിലും ഒരു കുഴപ്പമില്ല. അത്രത്തോളമൊന്നും പോകത്തുമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്പറും ജാടയും ഇതൊക്കെയാണ്. ആൾക്കാർ ശ്രദ്ധിക്കാനില്ല എന്ന് കേൾക്കുമ്പോൾ യുവന്മാർ പല നമ്പറുകൾ എടുക്കും. ഇപ്പോഴെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സിനിമ വരുന്നുണ്ടാവും, അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ തെറ്റലും പിടിക്കലും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചിലപ്പോൾ ഒരു നാടകമായിരിക്കും ഇത്. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിത്ര കണ്ടെയാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമാക്കാരുടെ ഒരു പുതിയ ഇതല്ലേ, സിനിമ 10 പൈസക്ക് കൊള്ളത്തില്ല, പക്ഷേ എന്തെങ്കിലും ഒരു നാടകം കളിക്കും, ഭയങ്കര സംഭവം എന്നറിയാം. ഇതിനിടയ്ക്ക് കണ്ടില്ലേ ആ സ്വാമി SN സ്വാമി ധ്യാൻ ശ്രീനിവാസനെ വെച്ച് എഴുതിയ പടം. എൻ്റെ സ്വാമിയുള്ള വില കളയരുത്, അത്രയേ എനിക്ക് പറയാനുള്ളൂ. എന്തിനാ ഉള്ള വില കളയുന്നതെന്ന് മനസ്സിലായില്ല. സ്വാമിക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നല്ലൊരു സ്ഥാനമുണ്ട്. അത് ഇതുപോലെ ഈ സീക്രട്ട് പോലത്തെയുള്ള പടം എഴുതിയിട്ട് കളയരുത്. ആ 20-ാം നൂറ്റാണ്ടൊക്കെ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, അറഞ്ചം പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.